നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹിമാചൽ പ്രദേശിലെ നാടോടി ഗാനം പാടി നമ്മുടെ ഏവരുടെയും മനസ്സിനെ കീഴടക്കിയ ദേവികക്കുട്ടിയെ കാണാനാണ്. അപ്പോൾ നമുക്ക് ദേവികക്കുട്ടിയെ കാണാൻ പോകാം. ഹായ് ദേവിക, എൻ്റെ പേര് ജയ. ഞാനൊരു ജേർണലിസം വിദ്യാർത്ഥിയാണ്. ആദ്യമേ തന്നെ മരുതാണി തമിഴ് മാസികയുടെ എല്ലാവിധ ആശംസകളും ദേവികയ്ക്ക് നേർന്നുകൊള്ളുന്നു. ആദ്യമായിട്ട് ദേവികയോട് ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ദേവിക പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. ഇടയ്ക്ക് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ക്ലാസ് തുടരാൻ പറ്റിയില്ല, നിർത്തി. അങ്ങനെയാണല്ലേ ഇത്രയും ശ്രുതി മധുരമായിട്ടുള്ള ഗാനം പാടിയത്. ദേവിക ഈ പാട്ട് പാടി ഇത്രയും അഭിനന്ദനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ ആർക്കാണ് ആദ്യം നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്? ആദ്യം ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്ന ടീച്ചറിനാണ്, പിന്നെ സ്കൂളിലെ പ്രിൻസിപ്പളിനും ടീച്ചേഴ്സിനൊക്കെ. ദേവിക ഈ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ഇത്രയും വലിയ നിലയിൽ അല്ലെങ്കിൽ ഇത്രയും വ്യക്തികളെ അറിയപ്പെടുന്ന രീതിയിൽ ദേവികയ്ക്ക് എത്തിപ്പെടാൻ പറ്റി. എന്താണ് തോന്നുന്നത് ദേവികയ്ക്ക്? ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഈ പാട്ട് പാടുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും വലിയ അംഗീകാരങ്ങൾ കിട്ടുമെന്ന്. ഒരുപാട് സന്തോഷം. ഓക്കെ ദേവിക, ഇനിയും ദേവികയ്ക്ക് വളരെയധികം ഉയർച്ചയിൽ എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനു മുമ്പ് ദേവികയ്ക്ക് ആ ഗാനം ഞങ്ങൾക്കൊന്ന് പാടിത്തരാൻ പറ്റും? माहीनी मेरी शिमले दी राहें, चंबा कितनी दूर, माहीनी मेरी शिमले दी राहें, चंबा कितनी दूर, शिमले निवसना कसौली निवसना, चंबे जाना जरूर है, चंबे जाना जरूर, माहीनी मेरी शिमले दी राहें, चंबा कितनी दूर है, चंबा कितनी दूर. ഓക്കെ, താങ്ക് യു. ഇനിയും വളരെയധികം ഉയർച്ചയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. താങ്ക് യു.